അമ്മേ കുളിയൊക്കെ കഴിഞ്ഞോ? സുന്ദരി ആയില്ലോ. ഹായ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനു വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുരുവായൂർ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അല്ല മാം എന്താ ഹാപ്പിയാണോ അമ്പലത്തിൽ വന്നേല്? ഈ ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് മാമയ്ക്ക് എന്താ അറിയാ? എന്താ മാം അങ്ങനെ പറയുന്നത്? അറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യും, കാണുന്നവർക്കൊരു സന്തോഷമായിരിക്കില്ലേ? ഹേ ഗൈസ്, ഇപ്പം എല്ലാം റെഡി ആയി. അയ്യോ, അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ബൈ ബൈ. നമ്മളെങ്ങോട്ട് പോണു? ചുരിദാ വൈബ്സ്. പൊന്നു കൊടുക്ക എന്തേലും പറ. നമ്മൾ കുറേ പറഞ്ഞ് അവസാനം നമ്മുടെ ഗുരുവായൂർ എത്തിയതാണ്. ഇതെന്താ ജയന്റെ മുടി പോലെ ഉണ്ടല്ലോ, എന്താ അങ്ങനെ നിൽക്കുന്നത് എനിക്കറിയില്ല. ഇന്ന് എൻ്റെ തല കുറച്ച് ഓയിലി ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഓയിലി ആയിട്ടാണ് എൻ്റെ ഫേസ് നിൽക്കുക, അല്ലെ തല നിൽക്കണം. അയ്യോ, ഹാപ്പി ആണോടാ? ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മള് പറഞ്ഞില്ല. വിവിമോ ഹാപ്പിയാണോ? കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ട് രാത്രി അമ്പലത്തിലേക്ക് പോവാണ്. കമോൺ എല്ലാരും കാണിച്ചേ. വാടാ എല്ലാവർക്കും അപ്പോട്ടാ. കമോൺ എല്ലാരും യെസ്. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ആലോചനകൾ ക്ഷണിക്കപ്പെടുന്നു. ഇല്ല പോകാൻ നിൽക്കുന്നുണ്ടെന്ന് നമ്മ ഞാനിപ്പോ ഭയങ്കര ഭക്തി വൈബിലല്ലേ. കുറച്ച് അമ്പലത്തിൽ പോയി ദൈവത്തിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ വരും. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ, എനിക്ക് തോന്നുന്ന ഈ കൊല്ലല്ലേ തുടക്കം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കയറിപ്പോ എന്തെങ്കിലും ഒരു മുടക്കം കാരണം ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല, അവർക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി, അല്ലെങ്കിൽ മരണം. അതിനിടയിൽ 3-4 മരണം വരെ സംഭവിച്ചു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ ഗുരുവായൂരെത്തി. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ റീൽസും ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അമ്പലത്തിലേക്ക് രാത്രി തൊഴാൻ പോകാണ്. നാളെ രാവിലെ പോകണം. അപ്പോൾ വന്നിനി കുറച്ച് അമ്പലത്തിൽ ഇങ്ങനെ സ്പെൻഡൊക്കെ ചെയ്ത് കണ്ണിനെയൊക്കെ കണ്ട് തൊഴിലിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ല് ചെയ്ത് തിരിച്ചു വരും. സോറി ഗൈസ്,
ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്ന. എന്തേലും ഒന്ന് സംസാരിച്ചുകൂടെ നിങ്ങൾക്കൊക്കെ? ഒറ്റയാൾ പട്ടാളം പോലെ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ തന്നെ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ ഓപ്പൺ ആവുന്നതാണ്. ഓ ടൈമിങ്. ആ ഫീൽ ചെയ്യുന്നില്ല. എടി ആരും ഇങ്ങോട്ട് ഓടിയാ, ഇങ്ങോട്ട് വാ. നമ്മളിന്ന് ഭയങ്കര പീസ്ഫുൾ വൈബിലാണ് അമ്പലത്തിലേക്ക് വന്നത്. വലിയ തിരക്കൊന്നുമില്ല, നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഞങ്ങൾ സന്തോഷിച്ചാണ് ഇന്ന് വന്നത് അല്ലേ. ഒരു എന്താ ഒരു ഭയങ്കര പീസ്നെസ്, ഭയങ്കര ഒരു മനസ്സിലൊരു സന്തോഷം. ഇനി ഒന്ന് തൊഴുത് ഒരു കുറിയും കൂടെ തൊട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. ഇല്ലേ നമുക്ക് പോയിട്ട് വരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഈ സുന്ദരം സന്തോഷം. അപ്പൊ ഈ ഫോണ് നമ്മൾ എവിടെ പറ്റൂല, അത് പറയാം. ഫോണ് അപ്പൊ നമ്മൾ ഫോൺ എവിടെ വെക്കും? Hey guys, what's up? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ശാലിനി മോള് ഹാപ്പി അല്ലേ? ഉണ്ണി ഇങ്ങോട്ട് കൊണ്ടോളെ, ഉണ്ണി ഇങ്ങോട്ട് പോ. ഇപ്പോൾ എന്താ പറയുന്നത്? വെജ് തന്നെയല്ലേ ഉദ്ദേശിക്കണേ? നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഹോട്ടലിലേക്ക് കഴിക്കുകയാണ്. ഇവിടെ ഇരിക്കടാ. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഒരു ക്ലിയറായിട്ട് കാണുന്നൊരു വെജ് ഹോട്ടലിലാണ് കയറിയത്. എടാ മൈക്കൂറിൻ്റെ കുറച്ച് നല്ല സൗണ്ട് പറയും. പിന്നോ ടെമ്പിൾ വൈബ് പോനെ. വയ്യാറ് ഷൗട്ടിങ്. എന്താ അടുത്ത പരിപാടി? ഫുഡ് കഴിക്കുന്നു, റൂമിൽ പോകുന്നു, ഇടം ഉറങ്ങുന്നു. അത് കഴിഞ്ഞ് രാവിലെ വീണ്ടും എഴുന്നേൽക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക്. ഇവിടെ ഒരാളെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് ഓടിയാൽ മതി എന്നുള്ള മൈൻഡിൽ ഇരുന്നോണ്ടിരിക്കുകയാണ്. ഈ വൈബൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ടെൻഷനാണ്. നാളെ എത്ര മണിക്ക് പോകുന്നില്ല. നമ്മൾ രാത്രിയല്ലേ എത്തുള്ളൂ? നമ്മൾ രാത്രിയല്ലേ പോകുള്ളൂ? 4:15 അല്ലേ അമ്മ?
അല്ലമ്മേ ചോടാ എന്തൊരു പാവങ്ങള്, എന്തൊരു സ്നേഹം. അയ്യോ എന്റെ പിഞ്ച് അയ്യോ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണന്റെ രാധയെ കാണിച്ചു തരാം. വണ്ടർഫുൾ. അപ്പൊ അതായത് ഇഷ്ടപ്പെട്ട എന്തോരം അതെ പ്രമോഷനൊക്കെ ഉണ്ട്. ഇതിപ്പോ നമ്മള് ഇതിന് പേര് എനിക്കറിയില്ലല്ലോ, പക്ഷെ എന്തായാലും ഇവിടെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. ഇവിടെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. അല്ല ഇപ്പൊ വാങ്ങിപ്പോയാല് വിറക്കി അപ്പൊ ഇത് ഏത് സൈഡാ? അത് അമ്പലത്തിന്റെ ഏത് സൈഡാ? അത് കിഴക്കേ നട. ഓക്കെ, അമ്പലത്തിന്റെ കിഴക്കേ നടയാണിത്. ഈ കടയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ധൈര്യത്തിന് വന്നിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ഒരു കണ്ണന്. അതെ, എന്തായാലും അതൊരു കളക്ഷൻ കണ്ണന് പക്ഷെ കാണിക്കാൻ പറ്റില്ല, നമ്മൾ ബാക്കിൽ വെച്ചതാ. നല്ല അടിപൊളി കണ്ണനാണ് കേട്ടോ. ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാണാൻ തന്നെ നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ. ഈ എൻട്രൻസ് തന്നെയാണ് വരുന്നത്. കിഴക്കേ അമ്പലത്തിന്റെ കിഴക്കേ സൈഡിലത്. അതെ, കിഴക്കേ സൈഡിലാണ് വരുന്നത്. നല്ല കളക്ഷൻസ് ആണ്. സന്തോഷിച്ച് മേമയുടെ കുഞ്ഞു ഇതാ കണ്ടേ. മേമ വിഷയം സെയിം ടു സെയിം. മേമ അതുപോലത്തെ കോസ്റ്റ്യൂം കൂടിയിടായിരുന്നു, എന്നാ സെറ്റ് ആയേനെ. ആന അമ്മ ഇങ്ങനത്തെ ഒരു ആനേനെ വാങ്ങിയാലോ? വീട്ടില് സ്ഥലം ഇല്ലാത്തോണ്ട് വാങ്ങണ്ട അല്ലേ? എന്തായാലും മുറ്റത്ത് സ്ഥലം കുറവാ, അതുകൊണ്ട് ഇത്രയും വലിയ ആനനെ നമുക്ക് കെട്ടിവെക്കാനുള്ള സ്ഥലമില്ല. വീടിനും വയസ്സായി, ഉണ്ണിക്കും വയസ്സായി. കിച്ചൺ സെറ്റ് വേണ്ട എനിക്ക്. അശോക്ക് വയസ്സായും പോലും. അപ്പോട്ടെ ടയേർഡ് ആണോ? പയ്യെ എനക്ക്. ഓ മൈ ഗോഡ്, ഇപ്പൊ തന്നെ പോകും, കുളിക്കും, തിരിച്ചു വരും പറ. ഞാൻ ഈ സീന് ബാക്കി സീന് ഞാൻ കാണിക്കൂട്ടോ. പൊന്നോ അല്ല മിന്നോ വയ്യേ എനക്ക്. പൊന്നു എനക്ക് വയ്യേ എന്ത് ചെറുതായിട്ട് സുഖമില്ലാന്ന്. ഏതാ ഈ മോള്? ഏതാ ഈ മോള്? ദിസ് ഈസ് മൈ സിസ്റ്റർ. നോ, ഏതാ ഈ മോളെന്ന് ചോദിച്ചാ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ. എന്താ മിസ്അണ്ടർസ്റ്റാൻഡിങ്? കണ്ണാ എന്താണ് പറയാൻ വന്നേ? കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഏത് ആ ഫോട്ടോയാണോ? വെളിച്ചാണല്ലോ. ഹിസ്റ്ററി ഓഫ് ദാറ്റ്.
ഇതെന്താ മേമയ്ക്കറിയോ? അത്രയ്ക്ക് വിവരം എനിക്കില്ല മേമ, അതെനിക്ക് അറിയില്ല. മമ്മിയൂരിലെ മോളെ അറിയുന്ന ആൾക്കാരെന്നെ പൊങ്കാല ഇടും കേട്ടോ. വായിക്കാനുണ്ട്. മോളെ ആടെ പോയി ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഇവിടെ നല്ല വിളിച്ചോണ്ടല്ലോ. സോ നൈസ്. ഇവിടെ എനിക്ക് വേണ്ടി ലൈറ്റ് പിടിച്ച പോലെ ഉണ്ട്. എന്റെ ഫ്രണ്ട് പറയുന്നത് കാണിച്ചേ. സെയിം സെയിം പറ്റിപ്പല്ലേ. ഫോട്ടോ ഫോട്ടോ. ഇതേത് ഈ താഴത്തൊരു കൊച്ച് പച്ച പരിഷ്കാരി പച്ച മലയാളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഇത്ര തന്നെയേ ഉള്ളൂ. ഫസ്റ്റ് ഡേ വന്ന് ഫ്രഷായി ഞങ്ങൾ അമ്പലത്തിൽ പോയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ബൈ.